ഹലോ ഫ്രണ്ട്സ്, വെൽക്കം സിജു സജീവ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ തഞ്ചാവൂരിലെ കാഴ്ചകളൊക്കെയാണ്. തഞ്ചാവൂർ കോട്ടയം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാജാലി ബേഡ്സ് പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ തഞ്ചാവൂർ പാലസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് രാജാലി ബേഡ്സ് പാർക്കിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയുള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് കയറി. അതിനടുത്ത് തന്നെ അവിടെ പ്രസിദ്ധമായിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കണ്ടതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളം കുടിക്കുകയാണ്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ പാലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഡ്രിങ്കാണ്. സാധനം കൊള്ളാം. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് പുറത്തിറങ്ങി. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനടുത്തുള്ള പാലസിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ പാലസിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ഓട്ടോ തപ്പി കിടക്കുക. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. നമ്മൾ ഓട്ടോയിൽ വില ചോദിച്ചപ്പോഴത്തേനും 120 രൂപ വേണമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഓക്കെ അടിച്ച് നമ്മൾ അതിൽ കയറി അങ്ങ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ 120 രൂപ കുറച്ച് കൂടുതലാണ്. നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അറിയാത്ത സ്ഥലമാണ്, പരിചയമില്ലാത്ത സ്ഥലമാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അനുഭവിക്കുക തന്നെ. ഈ 120 രൂപ പോരാഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മൾ തിരിച്ച് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് നിങ്ങൾ ഇനി ആരും വിളിക്കേണ്ട, ഫോൺ നമ്പർ തരാം, എന്നെ വിളിച്ചാൽ മതി, 200 രൂപയാണ്, 150 രൂപ തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാന്നൊക്കെ പറഞ്ഞ്. ശരിക്കും അവിടെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളങ്ങനെ തഞ്ചാവൂർ പാലസിൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നത് ഓട്ടോയിലാണ് വന്നത്. അവർ 120 രൂപ മേടിച്ച് വെറും 2 കിലോമീറ്റർ പോലും ഇല്ല, 1.5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വരുന്നവർ നോക്കി വന്നാൽ അത് കുറച്ച് നടക്കാനേ ഉള്ളൂ. പിന്നെ നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോവാം. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അറിയാവുന്നവരുണ്ടെങ്കിൽ നടന്നു വന്നാൽ മതി. അല്ലാത്തവർക്ക് 120 രൂപ കൊടുത്ത് വരാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 120 രൂപ കൊടുത്ത് വന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളകത്ത് കയറി. നമ്മൾ ഇതുവഴി നേരെ പോകുന്നത് ദർബാർ ഹാളിലോട്ടാണ്. ദർബാർ ഹാളിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫോറിനേഴ്സും ലോക്കൽസുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ എനിക്ക് പ്രധാനമായിട്ടും തോന്നിയ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഫീലിംഗ് എനിക്ക് ഇതിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ടും എൻ്റെ ഒരു മെയിൻ റീസൺ, ഞാൻ ബൃഹദീശ്വരി ടെമ്പിളിൻ്റെ വീഡിയോ ചെയ്തതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ്, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാവും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ നമുക്ക് മ്യൂസിയത്തിലോട്ട് പോകണം. അവിടെ പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ മ്യൂസിയത്തിലായിരിക്കുമല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ മ്യൂസിയത്തിലോട്ടാണ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 5 രൂപയാണ്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലോട്ട് പോകാം. 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഭോൺസ്ലെ കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഇന്ന് അരൺമനെ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ മറാത്ത കൊട്ടാരം. ഈ കൊട്ടാരം ആദ്യം പണി കഴിപ്പിച്ചത് തഞ്ചാവൂർ നായക സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ്. തഞ്ചാവൂർ നായക സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം തഞ്ചാവൂർ മറാഠികളുടെ ഔദ്യോഗിക വസതിയായി ഇത് പ്രവർത്തിച്ചു. 1799 തഞ്ചാവൂർ മറാഠ രാജ്യത്തിന്റെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തപ്പോൾ തഞ്ചാവൂർ മറാത്തകൾ കൊട്ടാരത്തിന്റെയും ചുറ്റുമുള്ള കോട്ടയുടെയും അധികാരം തുടർന്നു. തഞ്ചാവൂരിലെ അവസാന രാജാവായ ശിവജിക്ക് ശേഷവും ഭോൺസ്ലെ കുടുംബം കൊട്ടാരം മുറുകെ പിടിച്ചു. കൊട്ടാരം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന രാജകീയ വസ്തുക്കളിൽ രാജകീയ വസ്ത്രങ്ങൾ, ശിരോവസ്ത്രം, വേട്ടയാടൽ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മുകളിലത്തെ നിലയിൽ 1955 ട്രാൻക്യൂബാറിന് സമീപം കരയിൽ ഒലിച്ചുപോയ 92 അടി നീളമുള്ള ഒരു തിമിംഗലത്തിന്റെ അസ്ഥികൂടമുണ്ട്. നമ്മൾ ഈ കാണുന്നിടത്ത് ഛത്രപതി ശിവജിയുടെ രൂപവും പ്രതിമയും ആയുധങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒട്ടനവധി സാധനങ്ങളും പുരാവസ്തുക്കളും നമുക്കിവിടെ കാണുവാനായി സാധിക്കും. വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അവിടെ ഉണ്ട്. അത്രത്തോളം വിലമതിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. നമുക്കറിയാം, ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ കൊട്ടാരത്തിൽ ഒട്ടനവധി രഹസ്യ അറകളുണ്ട്. അത്തരത്തിലുള്ളതിൽ ഒരു രഹസ്യ അറയാണ് നമ്മൾ ഈ കാണുന്നത്. പണ്ട് കാലങ്ങളിൽ രഹസ്യങ്ങൾ കൈമാറുവാനും അറിയുവാനും വേണ്ടിയിട്ടായിരുന്നു ഇത് പ്രധാനമായും ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിപടലങ്ങൾ കൊണ്ട് നമുക്ക് നേരെ ശ്വാസം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാലും അതിൻ്റെ അവസാനം വരെ എന്താണ് ഉള്ളതെന്ന് അറിയുവാനായിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി. മൊത്തത്തിൽ പൊടിപടലങ്ങൾ കൊണ്ട് ശ്വാസം കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി അങ്ങ് പോയി. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും അറിയണമല്ലോ, നമുക്ക് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഹോളുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് ഇപ്പോൾ ഉള്ള അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ ടണലിൻ്റെ അകത്താണ്. ഭയങ്കര പൊടിയാണ് ഇവിടെ. എന്താ പറയുക, ഭയങ്കര പൊടി, നമുക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. പെട്ടെന്ന് പോവാം, നിൽക്കാൻ പറ്റില്ല, പോവാം.
രാജാക്കന്മാരുടെ രാജകൊട്ടാരമായിരുന്ന ഒരു ഹാളിലാണ് പുരാവസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദർബാർ ഹാളിന്റെ ചുവരുകളും മേൽക്കൂരയും പെയിന്റിങ്ങുകളും പ്രതിമകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. തൂണുകളും കമാനങ്ങളും പോലും രാമായണം, മഹാഭാരതം തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നുള്ള ആകർഷകമായ രംഗങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആർട്ട് ഗാലറിയുടെ ഹൈലൈറ്റ് തീർച്ചയായും പുരാതന വെങ്കല പ്രതിമകളുടെ ശേഖരമാണ്. ചോള കാലഘട്ടത്തിന്റെയും വിജയനഗര കാലഘട്ടത്തിന്റെയും പിന്നീടുള്ള കാലഘട്ടത്തിലെയും ശിലാശില്പികളും വെങ്കല വിഗ്രഹങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ദർബാറും കണ്ടു കഴിഞ്ഞു. ഈ കാണുന്നതാണ് ദർബാർ. നമ്മുടെ രജിനാന്തിൻ്റെ ദർബാർ അല്ല, ഇതാണ് ശരിക്കും ദർബാർ. ദർബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ കോർട്ട് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. അതായത് പണ്ടത്തെ കുറ്റകൃത്യങ്ങളോ വിചാരണയൊക്കെ നടക്കുന്ന സ്ഥലത്തിനെയാണ് ദർബാർ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറേ ഇപ്പം എന്താ പറയുക, പണികൾ കൂടെ നടക്കുകയാണ്. അതാണ് ഒരു നമുക്ക് പെട്ടെന്നൊരു ഭംഗി കിട്ടുന്ന രീതിയിൽ തോന്നാത്തത്. തഞ്ചാവൂർ കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ആർട്ട് ഗാലറിയിൽ പുരാതന ശില്പങ്ങളുടെയും നാണയങ്ങളുടെയും അതിമനോഹരമായ ശേഖരമുണ്ട്. ഇത് ഔദ്യോഗികമായി രാജരാജ ചോള ആർട്ട് ഗാലറി എന്നും പ്രാദേശികമായി തഞ്ചാവൂർ കലൈക്കുടം എന്നും അറിയപ്പെടുന്നു. ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ഈ വെങ്കല ശില്പങ്ങൾ AD 9-ാം നൂറ്റാണ്ട് മുതൽ AD 19-ാം നൂറ്റാണ്ട് വരെ നീളുന്നു. ആദ്യകാല ഇന്ത്യൻ ജീവിതശൈലി, അവരുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മുടിയിഴകൾ പോലും ഈ പ്രതിമകളിൽ കൊത്തിയിട്ടിട്ടുണ്ട്. പഴയ നാണയങ്ങളുടെ ശേഖരണമാണ് രസകരമായ മറ്റൊരു സവിശേഷത. BC 300 മുതലുള്ള നാണയങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് തികച്ചും ആശ്ചര്യകരമാണ്. തഞ്ചാവൂരിലെ ആർട്ട് ഗാലറിയുടെ പിറവി ആകസ്മികമായിരുന്നു. കൽക്കട്ടയിൽ നിന്നുള്ള ഒരു പുരാവസ്തു ഗവേഷകൻ നദീതീരത്ത് അവഗണിക്കപ്പെട്ട ഒരു വിഗ്രഹം കാണുകയും അത് കൽക്കട്ട മ്യൂസിയത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അത് ജില്ലയിൽ തന്നെ തുടരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിഗ്രഹം കൊണ്ടുവന്ന് കൊട്ടാര കെട്ടിടത്തിന്റെ ഒഴിഞ്ഞ ഇടനാഴിയിൽ സ്ഥാപിച്ചു. ഇത്തരം ശില്പങ്ങളെല്ലാം ഇവിടെ സൂക്ഷിക്കണമെന്നും അങ്ങനെ 1951 ആർട്ട് ഗാലറി നിലവിൽ വരുമെന്നും കളക്ടർ ഉത്തരവിട്ടു. അതുപോലെ തന്നെ രാജകൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒരുപാട് മിനിയേച്ചേഴ്സ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അതുപോലെ ഒരുപാട് കോയിൻസിന്റെ ശേഖരണമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിൻസിന്റെ ശേഖരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ എക്സ്റ്റൻഷൻ ഹാളിലും കയറി നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അധികം താമസിയാതെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളായിരിക്കും നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത്.